തൊലിയുടെ നിറം നല്ല പച്ചയാണെങ്കിലും നല്ല പഴുത്ത അടിപൊളി മധുരമുള്ള മാങ്ങ കേട്ടോ. നമ്മുടെ വീടിനടുത്തുള്ള പറമ്പിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിന്നൊരു ചക്കര മാങ്ങ കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ചക്കര മാങ്ങയ്ക്ക് പിന്നെ എന്തായാലും ചക്കര വേണമല്ലോ. ചക്കര എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ച് വെക്കുക കേട്ടോ. നമുക്ക് പറ്റുന്ന രീതിയിൽ പൊടിക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ മാങ്ങയെല്ലാം കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വരിഞ്ഞെടുക്കുക കേട്ടോ. നമ്മൾ മുറിച്ചെടുക്കാതെ നമ്മളിങ്ങനെ ഓരോ കട്ടുകട്ടാക്കിയിട്ട് 2 or 3 കട്ടത് ചെറിയ മാങ്ങ ആയതുകൊണ്ട് അത്ര മതി. അപ്പോൾ ചെറിയ മാങ്ങയായിരിക്കും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ നമ്മൾ അതിലേക്ക് പിന്നെ നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ശർക്കര ഇങ്ങനെ ആ ഇടയിൽ ഗ്യാപ്പ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമുക്ക് പറ്റുന്ന പോലെ ഉള്ളിലൊക്കെ ശർക്കര നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെനിക്ക് വേറൊരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതങ്ങ് നമ്മൾ നന്നായിട്ട് തേച്ച് സെറ്റാക്കി കൊടുക്കുക. പിന്നെ നമ്മളിത് അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു പാത്രം എടുക്കുക. മാങ്ങകളെല്ലാം നല്ല നിരത്തി വെക്കണം കേട്ടോ. ബാക്കിയുള്ള ശർക്കര നമ്മൾ അതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 1 or 2 സ്പൂൺ മാത്രം നോർമൽ വെള്ളം നമ്മൾ ഒഴിച്ചാൽ മതി. കൂടുതൽ ഒഴിച്ചാൽ നമുക്ക് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ നിരത്തി വെക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഏലക്ക പൊടിയാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും, ഓപ്ഷണലാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കണം. ശർക്കര മുഴുവൻ അതിലിങ്ങനെ മാങ്ങയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു പരുവം വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരന്ന പാത്രത്തിൽ നിരത്തി വെക്കണമെന്ന് പറയുന്നത് കേട്ടോ. നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാൻ മേലെ വെച്ചാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ചക്കര മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞ് പിറ്റേ ദിവസം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു 4 ദിവസം വരെയൊക്കെ കേടുകൂടാതിരിക്കും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവർ ഒരു തവണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചക്കര മാങ്ങേനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ.